Good morning, all of you. Hi, students. Welcome back to Social Science Classroom. We have completed first 5 chapters and conducted exam of these 5 chapters. Today, let us start a new chapter, 6th chapter, World of Diversities. Are you ready? World of Diversities. What it means? വൈവിധ്യങ്ങളുടെ ലോകം. 6ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ലോകം എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരുപാട് ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ. ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയല്ല. ഭൂമിയിൽ ചിലയിടത്ത് മരുഭൂമികളാണ്, ചിലയിടത്ത് പർവ്വതങ്ങളാണ്, ചിലയിടത്ത് കാടുകളാണ്, ചിലയിടത്ത് സമുദ്രങ്ങളാണ്, നദികളാണ്, ചിലയിടത്തൊക്കെ എന്താണ് ഗ്ലേസിയറുകളാണ്, മഞ്ഞുമലകളാണ്. ഇങ്ങനെ പല തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഭൂപ്രകൃതിയിൽ മാത്രമാണോ ഉള്ളത്? അല്ല, ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഒക്കെ ഉള്ള മാറ്റങ്ങൾ പോലെ തന്നെ ഭൂമിയിൽ ഓരോ സ്ഥലത്തും കാണപ്പെടുന്ന ജന്തുജാലങ്ങളിലും അതുപോലെ തന്നെ അവിടെയുള്ള മനുഷ്യ ജീവിതത്തിലും എല്ലാം തന്നെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലയിടത്തും ആളുകൾ പല രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. അവർ പല രീതിയിലാണ് അവരുടെ ഡെയിലി ബ്രെഡിനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അതിനനുസൃതമായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അവർ ജീവിക്കുന്ന ചുറ്റുപാടിനനുസൃതമായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം വ്യത്യസ്തമാണ്. സോ the chapter heading is World of Diversities. ഓക്കെ, നമുക്ക് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, 3 ചിത്രങ്ങൾ അല്ലേ. ഒന്ന് ഒരു വരണ്ട പ്രദേശമാണ്, മറ്റൊന്നോ കാടാണ്, വേറെ ഒന്ന് ഒരു പുൽമേട് പോലെയുള്ള പ്രദേശമാണ് അല്ലേ. ഇങ്ങനെ 3 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഇതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ച് നോക്കാം. ഹാവ് യു സീൻ ദ പിക്ചേഴ്സ്? ഈ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? You might have noticed that the vegetation types shown in them are entirely different. നിങ്ങൾ അതിൽ നോക്കിയപ്പോൾ എന്താണ് മനസ്സിലായത്? അതിലെ വെജിറ്റേഷൻ ടൈപ്പ്, സസ്യങ്ങളുടെ തരം എൻറ്റയർലി ഡിഫറെൻറ്റ്, വ്യത്യസ്തമാണ് അല്ലേ. വരണ്ടുണങ്ങിയതാണ് കാണുന്നത് അല്ലേ. ഒരു സ്ഥലത്ത് വലിയ കാടുകളാണ്, വലിയ മരങ്ങളും വലിയ കാടുകളും ഒക്കെയാണ് കാണുന്നത്. എന്നാൽ ഒരു സ്ഥലത്തോ 3ാമത്തെ ചിത്രത്തിൽ പുല്ലുകളാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അതിലെ വെജിറ്റേഷൻ എൻറ്റയർലി ഡിഫറെൻറ്റ്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? എല്ലായിടത്തും ഒരേപോലെ ആവാത്തത് എന്തായിരിക്കും കാരണം? ഡൈവേഴ്സിറ്റീസ് എക്സിസ്റ്റ് നോട്ട് ഓൺലി ഇൻ ദ ഫ്ലോറ ബട്ട് ആൾസോ ഇൻ ദ ഫോണ. എന്താണ്? സസ്യങ്ങളിൽ മാത്രമല്ല ഈ വൈവിധ്യമുള്ളത്. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ സസ്യങ്ങളിലുള്ള വൈവിധ്യമാണ്. എന്നാൽ സസ്യങ്ങളിൽ മാത്രമല്ല വൈവിധ്യമുള്ളത്, ജന്തുജാലങ്ങളിലും വൈവിധ്യമുണ്ട്. ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിലും എന്തുണ്ട്? വൈവിധ്യമുണ്ട്. അങ്ങനെ ഓരോന്നിലും വ്യത്യസ്തമായ രീതികളാണ് ഭൂമിയിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ധാരാളം വൈവിധ്യങ്ങൾ ഇതുപോലെ ഭൂപ്രകൃതിയിലാണെങ്കിലും സസ്യങ്ങളിലാണെങ്കിലും ജന്തുക്കളിലാണെങ്കിലും മനുഷ്യരുടെ ജീവിത രീതിയിലാണെങ്കിലും ഒക്കെ ധാരാളം വൈവിധ്യങ്ങൾ ഈ ഭൂമിയിൽ പല ഭാഗത്തുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. Thus diversities have evolved in accordance with the climatic characteristics of each place. എന്തുകൊണ്ടാണ് ഇത്തരം വൈവിധ്യങ്ങൾ ഉണ്ടായതെന്നറിയോ? ഇങ്ങനെ വൈവിധ്യങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭൂമിയിൽ ഓരോ സ്ഥലത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇതുപോലെ ധാരാളം വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയല്ല കാലാവസ്ഥയുള്ളത് അല്ലേ. ചിലയിടത്ത് മഴ കിട്ടാത്ത പ്രദേശങ്ങളായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ എന്തായിരിക്കും? ഇതുപോലെ വരണ്ടുണങ്ങിയ പ്രദേശമാണ് കാണുക അല്ലേ. നല്ല മഴ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരുപാട് കാടുകളും പച്ചപ്പുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വൈവിധ്യങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് പ്ലേസ്. ഓരോ സ്ഥലത്തിൻ്റെയും കാലാവസ്ഥ പ്രത്യേകതകൾക്ക് അനുസൃതമായിട്ടാണ് അവ രൂപപ്പെട്ടിട്ടുള്ളത്. റീജിയൻസ് ഓൺ ദ എർത്ത് സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ക്ലൈമറ്റിക് റീജിയൻ. എന്താണ്?
ഭൗമോപരിതലത്തിൽ ഏകദേശം ഒരേപോലെയുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ ചേർത്ത് പറയുന്നതാണെന്ത്? ക്ലൈമറ്റിക് റീജിയൻസ്. ഇപ്പോൾ ഏകദേശം ഒരേ രീതിയിൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അതൊരു പ്രത്യേക ക്ലൈമറ്റിക് റീജിയനായിട്ട് പറയും. അങ്ങനെ ഓരോന്നും നല്ല തണുപ്പ് കിട്ടുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അതൊരു പ്രത്യേക ക്ലൈമറ്റിക് റീജിയനായിട്ട് പറയും. അങ്ങനെ ഭൂമിയിൽ ഏകദേശം ഒരേപോലെയുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം ചേർത്ത് പറയുന്നതാണ് ക്ലൈമറ്റിക് റീജിയൻസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം ഉണ്ടല്ലേ, വാട്ട് ഈസ് ക്ലൈമറ്റിക് റീജിയൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഉത്തരം എന്താ? റീജിയൻസ് ഓൺ എർത്ത് സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ക്ലൈമറ്റിക് റീജിയൻ. ഓക്കെ, you have learned about the continents in the earlier class. ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ നിങ്ങൾ ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? 7 വൻകരകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈച്ച് ഓഫ് ദിസ് കോണ്ടിനെൻ്റ് ഹാസ് ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് റീജിയൻ. അതിൽ ഓരോ വൻകരയ്ക്കും വ്യത്യസ്തമായ കാലാവസ്ഥ മേഖലകളുണ്ട്. ഓക്കെ, ലെറ്റ് സീ എ ഫ്യൂ ഓഫ് ദം. അതിൽ ചിലത് നമുക്കിവിടെ നോക്കാം. അത്തരം കാലാവസ്ഥാ മേഖലകളിൽ ചിലത് നമുക്ക് ഇവിടെ നോക്കാം. ഒരു മേഖല ഏതാണ്? ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്. നല്ല ചൂടും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങൾ. നല്ല ചൂടും ലഭിക്കുന്നു, നല്ല മഴയും ലഭിക്കുന്ന പ്രദേശങ്ങൾ. അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സ്. ഏതൊക്കെയാണ് അങ്ങനത്തെ പ്രദേശങ്ങൾ? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? വെറൈറ്റി പിക്ചർ. എന്താണ് ചിത്രത്തിൽ? കണ്ടാൽ തന്നെ അറിയാം എന്താണ്. ഏതോ ഒരു ഗോത്രവർഗ്ഗക്കാരാണ് അല്ലേ, കാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് എന്ന് അവരുടെ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അവരെന്തിനോ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നോക്കാം നമുക്ക്. ദ പിക്ചർ 6.1 തന്നെയാണ് ചിത്രം. 6.1 എന്ന് പറഞ്ഞ ചിത്രം ഇതാണ്. ഡെപിക്സ് ദ പിഗ്മീസ്. ഇതാരാണ്? പിഗ്മീസ് ആണ്. ഗെറ്റിംഗ് റെഡി ടു ഹാണ്ട്. അവരെന്തിനു തയ്യാറായി നിൽക്കുകയാണ്? വേട്ടയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന പിഗ്മികളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ദേ യൂഷ്വലി ഹാവ് എ ഷോർട്ട് സ്റ്റാച്വർ ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ. അവർക്ക് പൊതുവെ എന്താണ്? അവർ പൊതുവെ ഉയരം കുറഞ്ഞ മനുഷ്യരാണ്. മാത്രമല്ല പൊതുവെ കറുത്ത നിറത്തിലുള്ള ആളുകളാണ് ഈ പിഗ്മികൾ എന്ന് പറയുന്നത്. കെസാവ, അതായത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ടാപ്പിയോക്ക. നമ്മളിവിടെ കപ്പ, പൂള എന്നൊക്കെ പറയും അല്ലേ. ഈസ് ദെയർ സ്റ്റാപ്പിൾ ഫുഡ്. അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണ്? കെസാവ. കെസാവ എന്ന് പറഞ്ഞാൽ ടാപ്പിയോക്ക, കപ്പയാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം. ദേ ആൾസോ ഈറ്റ് ഹണ്ടഡ് മീറ്റ്. അവരെ വേട്ടയാടി പിടിക്കുന്ന മാംസം ഭക്ഷിക്കാറുണ്ട്. ആൻഡ് ഗ്യാതർഡ് ഫ്രൂട്ട്സ്. അവരെ പഴവർഗ്ഗങ്ങളും ശേഖരിച്ച് അതൊക്കെ അവർ ഭക്ഷിക്കാറുണ്ട്. ഈ ടാപ്പിയോക്കയ്ക്ക് പുറമെ തന്നെ മാംസം ഭക്ഷിക്കാറുണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ അവർ ഭക്ഷിക്കാറുണ്ട്. They often wear deer skin or leaves as clothes. എന്തുകൊണ്ടാണ് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കാറുള്ളത്? ഡിയർ സ്കിൻ അല്ലേ, കരടിയുടെ തൊലി കൊണ്ടോ അതല്ലെങ്കിൽ ഇലകൾ കൊണ്ടൊക്കെയാണ് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കാറുള്ളത്. They build semi-circular houses out of branches of trees and broad leaves. സസ്യങ്ങളുടെ കൊമ്പുകളും ഇലകളും കൊണ്ടൊക്കെ നിർമ്മിക്കുന്ന സെമി സർക്കുലർ ഹൗസസ്, അർദ്ധവൃത്താകൃതിയിലുള്ള വീടുകളാണ് അവർ നിർമ്മിക്കാറുള്ളത് അല്ലേ. 6.2 ഈ വീട് കണ്ടില്ലേ, ഇത് അവരുടെ ഒരു വീടാണ്. അപ്പോൾ അതുപോലെയുള്ള വീടുകളാണ്, സെമി സർക്കുലർ ആയിട്ടുള്ള വീടുകളാണ് അവർ നിർമ്മിക്കാറുള്ളത്. ദേ ഡിയർലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. വളരെ പ്രധാനമാണ്. ദ ഡിയർലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. അവരെ വനപ്രദേശത്തെ, കാടിനെ സ്നേഹിക്കുന്നവരാണ്, കാടിനെ സംരക്ഷിക്കുന്നവരാണ്, അഥവാ അവർ കാടിൻ്റെ മക്കളാണ്. ഓക്കെ, അപ്പോൾ ആരെക്കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പിഗ്മീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡസ് ദ നേച്ചർ ഇൻഫ്ലുവൻസ് ദ പിഗ്മീസ് ലൈഫ് സ്റ്റൈൽ അല്ലേ. ഭൂപ്രകൃതി എങ്ങനെയാണ് പിഗ്മികളുടെ ജീവിത രീതിയെ സ്വാധീനിച്ചിട്ടുള്ളത്? അവരെവിടെയാണ് ജീവിക്കുന്നത്? ഫോറസ്റ്റിലാണ് ജീവിക്കുന്നത്. അവരെങ്ങനെയുള്ള ആളുകളാണ്? അവർ ഫോറസ്റ്റിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഭക്ഷണം എന്താണ്? ഫോറസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ് അവരുടെ ഭക്ഷണം. അവരുടെ വസ്ത്രം എന്താണ്?
കരടിത്തോലോ അല്ലെങ്കിൽ ഇലകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ രീതി. അപ്പോൾ ഭൂപ്രകൃതി അല്ലെങ്കിൽ നേച്ചർ, അവിടുത്തെ അവർ ജീവിക്കുന്ന ചുറ്റുപാട്, അതിൻ്റെ പ്രകൃതി അവരുടെ ജീവിത രീതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. Let us see some peculiar features of the Congo Basin in Africa where the pygmies mainly dwell. ഈ പിഗ്മീസ് ഇനി എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മളീ പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, ഇവർ ഭൂമിയിൽ എവിടെ ഉള്ളത്? ഇവരുള്ളത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ കോങ്കോ നദീ തടത്തിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാരാണ് പിഗ്മീസ്. ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാരാണ് ആര്? പിഗ്മീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ താമസിക്കുന്ന കോങ്കോ ബേസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവർ താമസിക്കുന്ന കോങ്കോ ബേസിൻ്റെ പ്രത്യേകത? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? പകൽ സമയത്ത് വർഷം മുഴുവൻ എന്തായിരിക്കും? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്. അന്തരീക്ഷ ഊഷ്മാവ് വളരെ കൂടുതലായിരിക്കും. അത് ചില സമയങ്ങളിൽ മാത്രമല്ല, വർഷം മുഴുവൻ അങ്ങനെ ആയിരിക്കും. നമ്മളിവിടെയൊക്കെ എങ്ങനെയാണ്? നമുക്കിപ്പോൾ തണുപ്പാണ് അല്ലേ, ചിലപ്പോൾ ചൂടായിരിക്കും, ഇപ്പം നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ അങ്ങനെയല്ല, വർഷം മുഴുവൻ അവിടെ ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ഉയർന്ന ഊഷ്മാവാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിയോട് കൂടി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. രാവിലേക്ക് നല്ല ചൂടായിരിക്കും, ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴേക്കും എന്താകും? മൂടിക്കെട്ടി വന്നിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഈ കോങ്കോ ബേസിൻ പ്രദേശം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രത്യേകത, നല്ല ചൂടും കിട്ടുന്നുണ്ട്, നല്ല മഴയും ലഭിക്കുന്നുണ്ട്. ദെൻ ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ consisting of big trees, climbers, thick undergrowth, moss, vanda and so on. എന്താ പറഞ്ഞത്? ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ ആണ്. എപ്പോഴും പച്ചയായി നിൽക്കുന്ന തിക്കായിട്ടുള്ള ഇടതൂർന്ന വനങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് ബിഗ് ട്രീസ്, അതിലെന്തുണ്ട്? വലിയ മരങ്ങളുണ്ട്. ദെൻ ക്ലിംബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിപ്പടർപ്പുകളുണ്ട്. ദെൻ തിക്ക് അണ്ടർഗ്രോത്ത്സ്, എന്താണ്? അടിക്കാടുകളുണ്ട്. മോസ്, പായൽ വർഗ്ഗങ്ങളുണ്ട്. ദെൻ വാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവായകളുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള സസ്യങ്ങൾ അവിടെ കാണപ്പെടുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ പ്രത്യേകത എന്താ? ഡൈവേഴ്സ് ഫോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളും അതിനുള്ളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ പിഗ്മീസ് താമസിക്കുന്ന കോങ്കോ ബേസിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. അവിടെ നല്ല ചൂടും നല്ല മഴയും ലഭിക്കുന്നുണ്ട്. ധാരാളം മരങ്ങളും പായൽ വർഗ്ഗങ്ങളും അടിക്കാടുകളും ഒക്കെ വളരുന്നുണ്ട്. അതൊക്കെ തന്നെ എന്താണ്? എവർഗ്രീനാണ്, എപ്പോഴും പച്ചയായി നിൽക്കുന്ന സസ്യങ്ങളാണ്. ദെൻ ഡൈവേഴ്സ് ഫോണ, വൈവിധ്യമാർന്ന ജന്തുക്കളും അവിടെ കാണപ്പെടുന്നുണ്ട്. നോക്കാം. What may be the cause for the above mentioned peculiarities in Congo Basin? എന്തുകൊണ്ടാണ് അവിടെ എപ്പോഴും ഈ ഒരു പ്രത്യേകതകൾ നിലനിൽക്കുന്നത്? നമ്മളിവിടെ നിന്ന് അങ്ങനെയല്ല അല്ലേ? നമ്മളിവിടെയൊക്കെ അങ്ങനെയാണോ? എപ്പോഴും പച്ചയായിട്ട് നിൽക്കുന്നതാണോ? ചിലപ്പോഴൊക്കെ എന്താണ്? ഇല പൊഴിയുന്ന ഒരു സീസൺ ഉണ്ട്, ആ സമയത്ത് മരങ്ങളൊക്കെ എന്താകുന്നുണ്ട്? ഇല പൊഴിഞ്ഞു പോകുന്നുണ്ട് അല്ലേ? പക്ഷെ അവിടെ അങ്ങനെയില്ല. അവിടെ എപ്പോഴും എന്താണ്? പച്ചയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഇടതൂർന്ന വനങ്ങളുണ്ട്. നമ്മളിവിടെ നിന്ന് അങ്ങനെ ഇടതൂർന്ന വനങ്ങൾ ചില സ്ഥലങ്ങളിൽ മാത്രമൊക്കെയാണ് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ സംഭവിക്കുന്നത്? യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൺലൈറ്റ് ഈസ് നോട്ട് യൂണിഫോം എവരിവെയർ. നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ഭൂമിയിൽ എല്ലായിടത്തും സൂര്യപ്രകാശം ഒരുപോലെ അല്ല ലഭിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ചൂടിൽ വ്യത്യാസമുള്ളത്. ഭൂമധ്യരേഖയോട് ചേർന്ന പ്രദേശത്ത് സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ ധ്രുവങ്ങളിലേക്ക്, പോൾ മേഖലയിലേക്ക്, സൗത്ത് പോൾ അല്ലെങ്കിൽ നോർത്ത് പോളിലേക്ക് നോക്കിയാൽ അവിടെ സൂര്യപ്രകാശം കുറച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ തണുപ്പ് കൂടുതലാണ്. സോ ഇറ്റ് ഈസ് പ്രോക്സിമിറ്റി ഓഫ് ദിസ് റീജിയൻ ടു ദ ഇക്വേറ്റർ ദാറ്റ് കോസസ് ദ എബോവ് മെൻഷൻ ക്ലൈമാറ്റിക് പെക്യുലാരിറ്റീസ്. ഈ പറയുന്ന കോങ്കോ ബേസിൻ എവിടെയാണുള്ളത്? പ്രോക്സിമിറ്റി, ഏതിനോട് അടുത്താണ് നിൽക്കുന്നത്?
റീജിയൻ ഓഫ് ഇക്വേറ്ററാണ്. ഭൂമധ്യരേഖയോട്, ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖ, ഭൂമധ്യരേഖയോട് ചേർന്ന് കാണപ്പെടുന്ന പ്രദേശമാണ് കോങ്കോ ബേസിൻ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു ക്ലൈമറ്റിക് പെക്യുലാരിറ്റീസ് കാണാൻ കഴിയുന്നത്. ദിസ് ഈസ് ഇൻ ടേൺ കോസ് ദ ലക്സൂറിയസ് പ്ലാന്റ് ആൻഡ് ആനിമൽ ഡൈവേഴ്സിറ്റി ഹിയർ. അതുകൊണ്ടാണ് അവിടെ ഇത്ര ലക്ഷൂറിയസ് ആയിട്ടുള്ള സസ്യങ്ങളും അതുപോലെ തന്നെ ജന്തുക്കളുമൊക്കെ മൃഗങ്ങളുമൊക്കെ അവിടെ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അത് ഇക്വേറ്ററിനോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ടാണ് അവിടെ നല്ല ചൂടും നല്ല മഴയും ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും കാടുകളൊക്കെ വളരുന്നത്. അങ്ങനെ കാടുകൾ വളരുന്നത് കൊണ്ടാണ് അവിടെ ഇത്രയും വൈവിധ്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. Shouldn't there be equatorial region with similar characteristics in other continent as well? ആഫ്രിക്കയിൽ മാത്രമാണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ ഉള്ളത്? അല്ല, ആഫ്രിക്കയിൽ മാത്രമല്ല, ഇക്വേറ്റർ കടന്നു പോകുന്ന വേറെയും കുറേ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് നോക്കിയാൽ തെക്കേ അമേരിക്കയിൽ ബ്രസീലിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ? ബ്രസീലിലൂടെ ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലേഷ്യ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ അവസ്ഥ തന്നെയാണ് ഉള്ളത്. അതല്ല ആഫ്രിക്കയിൽ മാത്രമേ ഇതേപോലെ അവസ്ഥയുള്ളൂ അല്ലേ? സ്വാഭാവികമായിട്ടും ചോദ്യമല്ലേ, ഇക്വേറ്ററാണ് കാരണം എന്നുണ്ടെങ്കിൽ ഇക്വേറ്റർ കടന്നു പോകുന്ന എല്ലാ വൻകരകളിലും ഇതേപോലെയുള്ള പ്രത്യേകതകൾ കാണപ്പെടണം. അങ്ങനെ കാണപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കി എന്താണ്? സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് പ്രിവൈൽ ഇൻ ദ ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക. ഇതേപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ് എവിടെയുള്ളത്? ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക, അഥവാ ബ്രസീലിലാണത്. സൗത്ത് അമേരിക്കയിലെ ബ്രസീലിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആമസോൺ റിവർ ഒഴുകുന്നത്. അപ്പോൾ ആമസോൺ റിവർ തടത്തിലും എന്ത് തന്നെയാണ്? ഇതേപോലെയുള്ള ഒരു ഭൂപ്രകൃതിയും അതുപോലെ തന്നെ കാലാവസ്ഥയും അതുപോലെയുള്ള പ്രത്യേകതകളും ഒക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. ആൻഡ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. ഇതേപോലെ ഇക്വേറ്റർ കടന്നു പോകുന്ന മറ്റു രാജ്യങ്ങളാണ് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ. അവിടെയും ഇതുപോലെയുള്ള പ്രത്യേകതകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ദ അബോറിജിനൽ ട്രൈബ്സ് ഓഫ് ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ആമസോൺ റിവർ ബേസിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ. ദ സെമാങ്സ് ഓഫ് മലേഷ്യ, മലേഷ്യയിലെ സെമാങ്കൾ. ദെൻ കുബൂസ് ആൻഡ് ഡയാക്സ് ഓഫ് ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയിലെ കുബൂസ് ആൻഡ് ഡയാക്സ്. ഇതൊക്കെ ഓരോ ഗോത്രവർഗ്ഗക്കാരുടെ പേരുകളാണ്. ആർ ആൾസോ ഫോറസ്റ്റ് ഡെലേസ് ലൈക്ക് പിഗ്മീസ്. അവരൊക്കെ പിഗ്മീസിനെ പോലെയുള്ള ഫോറസ്റ്റ് ഡെലേസ് ആണ്, വനത്തിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശത്തുള്ള രാജ്യങ്ങളിലൊക്കെ പൊതുവെ ഇതുപോലെയുള്ള വനവും അതിൽ താമസിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭൂമധ്യരേഖ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇക്വേറ്റർ കടന്നു പോകുന്നതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള സവിശേഷതകളുണ്ട് എന്ന് മനസ്സിലാക്കാം. The above mentioned places are all located between 10 degree north and 10 degree south of equator. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ അത് കോങ്കോ ബേസിനാവട്ടെ, ആമസോൺ റിവർ ബേസിനാവട്ടെ, ഇന്തോനേഷ്യ ആവട്ടെ, മലേഷ്യ ആവട്ടെ, ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ്? 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ 10 ഡിഗ്രി നോർത്തിലെ അല്ലെങ്കിൽ 10 ഡിഗ്രി സൗത്തിന് ഇടയിലായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരേ പ്രത്യേകതകൾ നിലനിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഐഡൻറ്റിഫൈ ദ പ്ലേസസ് ബിലോങ്ങിങ് ടു ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അറ്റ്ലസ്. നിങ്ങൾ അറ്റ്ലസ് നോക്കിയിട്ട് ഈ ഒരു 10 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 10 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയ്ക്ക് വരുന്ന രാജ്യങ്ങളെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊക്കെ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ നോക്കാം. അതിനിടയ്ക്ക് വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ നോക്കാം. ഓക്കെ, ദെൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ജനറലി സ്പേഴ്സ്ലി ഇൻഹാബിറ്റഡ്. വൈ? ഈ പറയുന്ന ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ 10 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനും 10 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിലുള്ള ഭാഗം സ്പേഴ്സ്ലി ഇൻഹബിറ്റഡ്. അവിടെ ജനവാസം വളരെ കുറവാണ്. എന്തായിരിക്കും കാരണം? സിമ്പിൾ, ഇതൊരു ചിത്രം നോക്കിയാൽ തന്നെ അറിയാം എന്തുകൊണ്ടായിരിക്കും ജനവാസം കുറയാനുള്ള കാരണം. ദർ ക്യാൻ ബി സീൻ
തിക്ക് ഫോറസ്റ്റ്. അവിടെ ഇടതൂർന്ന വനങ്ങളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജനവാസത്തിന് അത്ര യോഗ്യമല്ലാത്തത് കൊണ്ടാണ് അവിടെ ജനവാസം കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു പണി തന്നിട്ടുണ്ട്. എന്താണ് ആ പണി? ഡൗൺലോഡ് ദ പിക്ചേഴ്സ് ഓഫ് ദ aboriginal tribes of the equatorial climatic region such as pygmies, semangs, etc. from the internet and save the separate folder. എന്താണ്? ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾ പിഗ്മീസിൻ്റെയും അതുപോലെ സെമാങ്സിൻ്റെയും ഒക്കെ വ്യത്യസ്തമായ ചിത്രങ്ങൾ കളക്ട് ചെയ്യാനാണ്. ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് പ്രത്യേക ഫോൾഡറാക്കി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ ചിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് കുറച്ചും കൂടെയൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, the equatorial climatic region is characterized by dense forest with hardwood trees like mahogany, ebony, rosewood. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എങ്ങനെയുള്ളതാണ്? ഡെൻസ് ഫോറസ്റ്റ് ആണ്, തിക്ക് വനങ്ങളാണ്. എങ്ങനത്തെ മരങ്ങളൊക്കെയുണ്ട്? മഹാഗണി, എബനി, റോസ്വുഡ് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെയുള്ള തിക്ക് ഫോറസ്റ്റ് ആയിട്ടാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ കാണപ്പെടുന്നത്. ദെൻ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇക്വറ്റോറിയൽ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എവർഗ്രീൻ ആണ്, വർഷം മുഴുവൻ പച്ചയാണ്, അത് ഉണങ്ങാത്തതാണ് അല്ലേ? എവർഗ്രീൻ ഫോറസ്റ്റ്. മോർ ദാൻ 1,000 ഓഫ് സ്പീസീസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഡെൻസ്ലി ഇൻ എവറി സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് റീജിയൻ. ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് റീജിയൻ്റെ ഓരോ കിലോമീറ്റർ സ്ക്വയർ നോക്കിയാലും ചുറ്റളവിൽ നോക്കിയാലും എന്താണ്? ആയിരക്കണക്കിന് പ്ലാന്റ്സ്, സസ്യങ്ങൾ, വിവിധ വർഗത്തിൽ പെടുന്ന ആയിരക്കണക്കിന് സസ്യങ്ങൾ എവിടെ വളരുന്നുണ്ട്? ഈ ഇക്വറ്റോറിയൽ മേഖലയിൽ വളരുന്നുണ്ട്. അപ്പം അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ദ ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദിയർ ലീവ്സ് ഓവിങ് ടു ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് കോപ്പിയസ് റെയിൻഫാൾ. എന്താണ്? ഇവിടെയുള്ള മരങ്ങൾ ഇല പൊഴിക്കാറില്ല അല്ലേ? ചിലപ്പോഴൊക്കെ മരങ്ങൾ ഇല പൊഴിക്കും അല്ലേ? ശിശിരകാലങ്ങൾ വരുന്ന സമയത്തൊക്കെ മരങ്ങൾ ഇല പൊഴിക്കാറുണ്ട്. നമ്മളിവിടെയൊക്കെ അങ്ങനെ കാണാറുണ്ട്, ഇല പൊഴിയുന്നൊരു സീസൺ കാണാറുണ്ട്. പക്ഷെ അവിടെയുള്ള മരങ്ങൾ ഇല പൊഴിക്കാറില്ല. കാരണം എന്താണ്? അതിന് നല്ല ചൂടും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല മഴയും കിട്ടുന്നത് കൊണ്ടാണ് അത് ഇല പൊഴിക്കാത്തത്. ഹെൻസ് ദ ഫോറസ്റ്റ് ആർ കോൾഡ് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ മേഖല അറിയപ്പെടുന്നത് എന്താണ്? ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ് ഇസ് മേജർ ലിവ്ലിഹുഡ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്താണ്? കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സ്, വന വിഭവങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ഓക്കെ, the fauna here is diverse with simian species like apes, lemurs, orangutans, reptiles crawling from tree to tree, animals like hippopotamus and crocodiles that mostly dwell in water, and birds like parrot, hornbills, etc. അവിടെയുള്ള ജന്തുക്കൾ നോക്കിയാലോ, ജന്തുക്കളും വൈവിധ്യമാർന്ന ജന്തുക്കൾ. വനപ്രദേശം ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ വൈവിധ്യമാർന്ന ജന്തുക്കളും ഉണ്ടാകും അല്ലേ? ഒരുപാട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ആവാസ കേന്ദ്രമാണ് വനപ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വനപ്രദേശത്തിലെ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? കുരങ്ങ് വർഗ്ഗങ്ങളുണ്ട്, റംബുട്ടാനുണ്ട്, അതുപോലെ തന്നെ റെപ്റ്റൈൽസ്, മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിക്കളിക്കുന്ന നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജന്തുക്കളുണ്ട്. ആനിമൽസ് ലൈക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയുള്ള മൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രൊക്കോഡിൽ ഉണ്ട്. അതുപോലെ ബേഡ്സ് ആണെങ്കിൽ ആ പാരറ്റ്, തത്ത, അതുപോലെ തന്നെ വേഴാമ്പൽ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന പക്ഷികളും മൃഗങ്ങളും ഒക്കെ എവിടെ കാണപ്പെടുന്നുണ്ട്? ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം അത് എവർഗ്രീൻ ആണ്. എവർഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എന്താണ്? നിത്യഹരിതമാണ്. നിത്യഹരിതമാവാനുള്ള കാരണം എന്താണ്? അവിടെ നല്ല
ചൂടും കിട്ടുന്നുണ്ട്, സൂര്യപ്രകാശവും കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ നല്ല മഴയും കിട്ടുന്നുണ്ട്. ഇത് രണ്ടുമാണ് സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ. അത് രണ്ടും സമൃദ്ധമായി കിട്ടുന്ന പ്രദേശമായതുകൊണ്ടാണ് അവിടെയൊക്കെ ഇങ്ങനെ കാണപ്പെടാനുള്ള കാരണം. മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് ഇൻ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ആർ ട്രീ ഡ്വെല്ലേഴ്സ്. വൈ? ഈ ഇക്വറ്റോറിയൽ ഫോറസ്റ്റിലുള്ള മിക്കവാറും മൃഗങ്ങളൊക്കെ ട്രീ ഡ്വെല്ലേഴ്സ് ആണ്, മരത്തിൽ വസിക്കുന്നവയാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അവിടെ ധാരാളം മരങ്ങളുണ്ട്, വലുതും ചെറുതുമായിട്ട് ധാരാളം മരങ്ങൾ കാണപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഫ്രം ഇൻ്റർനെറ്റ് ആൻഡ് സേവ് സെപ്പറേറ്റ് ഫോൾഡർ. എന്താണ്? ഇക്വറ്റോറിയൽ റീജിയനിൽ കാണപ്പെടുന്ന ബേർഡ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതൊരു സെപ്പറേറ്റ് ഫോൾഡർ ആക്കിയിട്ട് വെക്കാനാണ്. ഓക്കെ. ഓൾ പ്ലേസസ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആർ നോട്ട് ഫോറസ്റ്റ് ലാൻഡ്. എന്നാൽ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള മുഴുവൻ പ്രദേശം എന്തല്ല? ഫോറസ്റ്റ് അല്ല. ഭൂമധ്യരേഖാ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഫോറസ്റ്റ് അല്ല. ഇൻ സം പ്ലേസസ് ലൈക്ക് ബ്രസീൽ, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ which fall in this climatic region, agriculture, mining and industrial activities are effectively practiced. ഈ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയുള്ള പ്രദേശമാണെങ്കിൽ പോലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമൊക്കെ പല സ്ഥലങ്ങളും എന്താണ്? മൈനിങ് ആയിട്ടും അഗ്രികൾച്ചറായിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസുമായിട്ടൊക്കെ വളരെ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദിസ് പ്ലേസ് ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു ബിഗ് സിറ്റീസ്. അതൊക്കെ വലിയ സിറ്റികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കാടല്ല, ചില സ്ഥലങ്ങളൊക്കെ എന്താക്കി മാറിയിട്ടുണ്ട്? വലിയ സിറ്റികളായിട്ട് മാറിയ സ്ഥലങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇവിടെ ആമസോൺ ബേസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളാണ് ആമസോൺ കാടുകൾ എന്ന് പറയുന്നത്. അടുത്ത കാലത്തെ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് വനങ്ങളൊക്കെ നശിച്ചത് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അല്ലേ. ലോകത്തിൻ്റെ ഓക്സിജൻ സെൻ്ററായിട്ടൊക്കെ നമ്മൾ കണക്കാക്കപ്പെടുന്നതാണ് ആമസോൺ ബേസിൻ എന്ന് പറയുന്നത്. ആമസോൺ കാടുകളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മഴക്കാടുകൾ. അവിടെയാണ് ധാരാളം വൈവിധ്യമാർന്ന സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ കാണപ്പെടുന്നത്. ഓക്കെ. ദെൻ നോക്കാം. വേൾഡ് മോസ്റ്റ് എക്സ്പെൻസീവ് റെയിൻ ഫോറസ്റ്റ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി ബിലോങ് ടു ദ ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫോറസ്റ്റ് കാണപ്പെടുന്നത്. വെരി ഹൈ ഡേ ടെമ്പറേച്ചർ ആൻഡ് അബാൻഡൻ റെയിൻ ഫോസ്റ്റർ ദ റീജിയൻസ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. നല്ല ചൂടും അതുപോലെ തന്നെ മഴയും കിട്ടുന്നതാണ് അവിടെ അത്ര റിച്ച് ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവാനുള്ള കാരണം. Innumerable species of vegetation ranging from tall hardwood trees to moss are speciality of the region. വലിയ മരങ്ങൾ തൊട്ട് വലിയ കഠിനമായ മരങ്ങൾ തൊട്ടിട്ട് പായൽ വർഗ്ഗങ്ങൾ വരെയുള്ള ധാരാളം ഇന്യൂമറബിളാണ്, എണ്ണാൻ കഴിയാത്തത്രത്തോളം സ്പീസീസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ സസ്യവർഗ്ഗങ്ങൾ അവിടെ കാണപ്പെടുന്നു എന്നുള്ളതാണ്. വൻ മരങ്ങൾ തൊട്ട് പായൽ വർഗ്ഗങ്ങൾ വരെയുള്ള എണ്ണാൻ കഴിയാത്തത്രയും ധാരാളം സ്പീസീസ് എവിടെ കാണപ്പെടുന്നു? ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്നുണ്ട്. ഇൻഫിനിറ്റ് സ്പീസീസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? സൂക്ഷ്മജീവികളുടെ ധാരാളം സ്പീസീസ് ഉണ്ട്. ഇൻസെക്ട്സ്, കീടങ്ങളുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മങ്കീസ്, വ്യത്യസ്ത തരത്തിലുള്ള കുരങ്ങന്മാരുണ്ട്. ദെൻ ആംബിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, അതായത് ഈ ഉരവർഗ്ഗങ്ങൾ, മരത്തിൽ ചാടി നടക്കുന്ന അണ്ണാനക്കല്ലേ അതുപോലെയുള്ളത്, അതുപോലെ ബേർഡ്സ്, പക്ഷികൾ എക്സെട്ര. ആൾസോ ആഡ് ടു ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ദിസ് ബേസിൻ. അതൊക്കെ ഈ പ്രദേശത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി ഉള്ളതാണ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ട്രൈ ടു ഫൈൻഡ് ഔട്ട് മേജർ ടൗൺസ് ഓർ സിറ്റീസ് ബിലോങ് ടു ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ്. അറ്റ്ലസ് നോക്കിയിട്ട് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ വരുന്ന പ്രധാനപ്പെട്ട ടൗൺസ്, അഥവാ 10 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിൻ്റെയും 10 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിൻ്റെയും ഇടയിൽ വരുന്ന പ്രധാനപ്പെട്ട ടൗൺസ് ഏതൊക്കെയാണ് എന്ന് ലിസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ ഫോളോ അപ്പ് വർക്ക് ഇതായിട്ട് എടുക്കുക. എന്താണ്?
ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനോട് ചേർന്ന് കാണപ്പെടുന്ന പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ടൗൺസ് ഏതൊക്കെയാണ്? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഇന്നത്തെ ഫോളോ അപ്പ് വർക്കായിട്ട് എടുക്കുക. ഓക്കെ.